ഈ വീഡിയോയിൽ സെമാൻറ്റിക്സിലെ സെൻസ് റിലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെൻസ് റിലേഷന് മുമ്പ് സെമാൻറ്റിക്സിന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. സ്റ്റഡി ഓഫ് മീനിങ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ എക്സ്പ്രഷൻസ് വയ ലാംഗ്വേജ്. അതായത് മീനിങ്സിനെ കുറിച്ചാണ് സെമാൻറ്റിക്സിൽ പഠിക്കുന്നത്. സോ ഇറ്റ് ഈസ് മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദ ഗ്രാമർ ഓഫ് എ ലാംഗ്വേജ് ടു ലേൺ. ബട്ട് ബിക്കോസ് മീനിങ്സ് ഇൻ എ ലാംഗ്വേജ് ആർ ഇൻഡിഫിനിറ്റ് അൺഡിറ്റർമൈൻഡ്. കാരണം എന്താ, നമ്മുടെ ഗ്രാമറിൽ ഏറ്റവും കൂടുതൽ കഷ്ടം പഠിക്കാൻ എന്താണ്, വാക്കുകൾ തന്നെയാണ് അല്ലേ. അതിൻ്റെ ഗ്രാമർ അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകളുടെ മീനിങ് ആണ്. കാരണം എന്താ, മീനിങ് ഓരോ വാക്കിനും ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവാണ്ട് നമുക്ക് അർത്ഥം മനസ്സിലാവണം എന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ മീനിങ്ങിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഹി കോട്ട് ഹിം റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചുവന്ന കൈയോടെ അവനെ പിടിച്ചോ എന്ന് നമുക്ക് ഇംഗ്ലീഷ് അധികം പരിചയമില്ലാത്ത ഒരാൾ കേൾക്കുകയാണെങ്കിൽ വിചാരിക്കും. അപ്പോൾ ശരിക്കും എന്താണ്, കള്ളത്തരം കൈയോടെ പിടിച്ചു എന്നുള്ള അർത്ഥമാണ് റെഡ് ഹാൻഡഡ് എന്നുള്ളത്. അപ്പോൾ ഇഡിയംസ് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, റിമെമ്പർ വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ സ്പീച്ച് ഈസ് ആർബിട്രറിനെസ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ സ്പീച്ചിൻ്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആർബിട്രറിനെസ് എന്നാണ്. അത് ആപേക്ഷികമാണ്. ഒരു വാക്കിന് ഇന്ന അർത്ഥം വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ദർ ഈസ് നോ ലോജിക്കൽ കണക്ഷൻസ് ഇൻ അട്ടറൻസ് ആൻഡ് മീനിങ്സ്. അതുകൊണ്ട് തന്നെ വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൈൻ, സിഗ്നിഫയർ, സിഗ്നിഫൈഡ് ഒക്കെ പഠിച്ചാണ്. അത് റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ് തന്നെ എല്ലാവരുടെ മനസ്സിലും ഒന്ന് വരണം എന്നില്ല. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സെൻസ് റിലേഷൻ എന്ന് പറയുന്നത്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ വേർഡ് ഓർ പ്രെഡിക്കേറ്റ്സ് എന്നാണ്, ആ വാക്കുമായുള്ള ബന്ധത്തെയാണ്. ഓക്കെ, ഒരു വാക്ക് എന്ത് ആണ് മീനിങ് കൊടുക്കുന്നത് എന്ന് പറയുന്നതാണ് sense relation. So as we are studying semantics, sense relation indicates connection between meaning of words or sense of words. എന്താണ് സെൻസ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാക്കുകളുടെ അർത്ഥമാവാം, അല്ലെങ്കിൽ അത് തരുന്ന ഐഡിയ ആവാം, സെൻസ് ആവാം. സോ ഇറ്റ് മെഡൽസ് വിത്ത് ഈദർ ദീസ് സെൻസസ് ആൻഡ് മീനിങ്സ് ആർ സിമിലർ ഓർ ഡിസിമിലർ. അതുകൊണ്ട് തന്നെ ആ തരുന്ന സെൻസ് സിമിലർ ആണോ ഡിസിമിലർ ആണോ നോക്കുന്നതും എന്തിൽ പെടുന്നു? സെൻസ് റിലേഷനിൽ പെടുന്നു. അല്ല, 6 ടൈപ്പ് സെൻസ് റിലേഷനാണ് നമ്മളിതിൽ പറയുന്നത്. ഒന്നാമത് സിനോണിം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്, ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ടാവാം അല്ലേ. അപ്പോൾ അതാണ് സിനോണിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെയിം മീനിങ് വരുന്ന വാക്കുകൾ. സിനോണിം ഈസ് എ സ്റ്റേറ്റ് ഓർ ഫിനോമിന ഇൻ വിച്ച് ദ വേർഡ്സ് ഹാവ് ഡിഫറെൻറ്റ് സൗണ്ട്, ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ, ഡിഫറെൻറ്റ് ഫോണീംസ് ബട്ട് ഹാവ് സിമിലർ ഓർ ഐഡൻറ്റിക്കൽ മീനിങ്സ് ടു അനദർ വേർഡ് ഓഫ് ഫ്രേസ്. എന്താണ്, വാക്കുകൾ വ്യത്യസ്തമാവാം, അവ ഉച്ചരിക്കുന്നത് വ്യത്യാസമാവും, എല്ലാത്തിലും വ്യത്യാസമായിരിക്കും, പക്ഷേ അർത്ഥം ഒന്നായിരിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്താണ്, ഹാപ്പിനെസ്സിന് മാച്ചിങ് ആണ് എന്താ, ജോയ്, കോണ്ടൻറ്റ് തുടങ്ങിയ വാക്കുകൾ, കോണ്ടൻമെൻറ്റ് തുടങ്ങിയ വാക്കുകളൊക്കെ എന്താണ്, ഒരേ അർത്ഥമാണ് തരുന്നത് അല്ലേ. ഡിലൈറ്റ്ഫുൾ, ഇതൊക്കെ ഹാപ്പിനെസ് എന്നുള്ള അർത്ഥമാണ്, പക്ഷേ അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്താവും, ഡിഫറെൻറ്റ് മീനിങ് ആവും. ഇവിടെ നോക്കൂ, ഹെൽപ്ലെസ്സിന് നമുക്ക് വേണമെങ്കിൽ ഇൻകപ്പാസിറ്റേറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗൺ പൗച്ചിനെ നമുക്ക് ഹോൾസ്റ്റർ എന്ന് പറയാം. ടീച്ചർ, ട്യൂട്ടർ, അതുപോലെ ലെക്ചറർ എല്ലാം ഒരേ അർത്ഥമാണ് തരുന്നത് അല്ലേ. ലെവല് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം പഠിപ്പിക്കുന്ന ആൾ എന്ന അർത്ഥം തന്നെയാണ് ടീച്ചറിന് വരുന്നത്, ട്യൂട്ടറിന് വരുന്നത്, ലെക്ചറിന് വരുന്നത്, പ്രൊഫസർക്ക് വരുന്നുള്ളത് അല്ലേ. അതുപോലെ ലിംഗ്വിസ്റ്റിക്സിനെ വേണമെങ്കിൽ ഗ്ലോട്ടോളജി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് ഗ്ലോട്ടോളജി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വാക്കിന് മാച്ചിങ് ആയിട്ടുള്ള അതേ അർത്ഥം വരുന്ന മറ്റ് വാക്കുകളെ ആണ് നമ്മളെന്താ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പോളിസെമി ഈസ് ദ സ്റ്റേറ്റ് ഓർ ഫിനോമിന ഇൻ ദാറ്റ് റെഫേഴ്സ് ടു ദ വേർഡ്സ് ഹാവിങ് മോർ ദാൻ വൺ മീനിങ് ഓർ മൾട്ടിപ്പിൾ മീനിങ് സൈമിൾട്ടേനിയസ്ലി. അതായത് സെമി എന്ന് പറഞ്ഞാൽ എന്താണ്, സെമാൻറ്റിക്സ് മീനിങ് എന്നുള്ള അർത്ഥമാണ്. പോളി മീൻസ് മൾട്ടിപ്പിൾ, ഒരു വാക്കിന് പല അർത്ഥങ്ങൾ വരുന്നതിനാണ് നമ്മൾ പോളിസെമി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ്, ബാങ്ക് എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അറ്റ് ദ സെയിം ടൈം റിവറിൻ്റെ സൈഡും എന്താവാം, ബാങ്ക് ആവാം. സെയിം സ്പെല്ലിംഗ്, സെയിം പ്രൊനൗൺസിയേഷൻ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു മീനിങ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, അടുത്തത് ഷിയർ എന്നുള്ള അർത്ഥമാണ്. നോട്ട് കമ്പൈൻ വിത്ത് എനിത്തിങ് എൽസ് ഓർ ട്രാൻസ്പെറൻറ്റ് എന്നുള്ള അർത്ഥം ഷിയറിനുണ്ട്. അതുപോലെ ഷിയർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ഷൻ സഡൻലി. ഓക്കെ, ഇൻ്റർകോഴ്സ് എന്നുള്ളതിന് സെക്ഷൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 2 അർത്ഥവും വരുന്നുണ്ട്. ഓക്കെ, ഷിയർ എന്നുള്ളത് ചേഞ്ച് ഡയറക്ഷൻ സഡൻലി. ഓക്കെ, അത് ഇൻ്റർകോഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് അതിന് സെക്ഷൽ മീനിങ് വരുന്നത്. ഓക്കെ, ഇതാണ് പോളിസെമി. പോളിസെമി നിങ്ങൾക്ക് ഒരുപാടെണ്ണം കിട്ടും. ഓക്കെ,
നിങ്ങൾ കണ്ടുപിടിക്കുക സെയിം അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഒരു വാക്ക് അതിന് പല അർത്ഥങ്ങൾ വരുന്നത് ഏതൊക്കെ വാക്കുകളാണെന്ന് കണ്ടുപിടിച്ച് നോക്കുക. നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ വാക്കുകളും പഠിക്കാൻ സാധിക്കും. അടുത്തത് ഹൈപ്പനിമി. ഹൈപ്പനിമി എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് ജനറിക് വേർഡ് ദാറ്റ് കംസ് ഇൻ വൺസ് മൈൻഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ അത് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ മനസ്സിൽ വരും. ഫോർ എക്സാമ്പിൾ ഒരു കളർ ഞാൻ പറയാണ്, റെഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ കളർ എന്നുള്ള ഒരു വാക്ക്. കളർ എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോനിമിയാണ്. മീൻസ് ഹൈപ്പോനിമി എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനെ ആ വാക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഹൈപ്പനിമി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വാക്കുകൊണ്ട് നിങ്ങളൊരു ഗ്രൂപ്പിനെ തന്നെ, ഒരു കാറ്റഗറിയെ തന്നെ മെൻഷൻ ചെയ്യുന്നത് പോലെ ഒരാളുടെ മനസ്സിൽ ഒരു കാറ്റഗറി തന്നെ വരും. ഓക്കെ, ഞാൻ ഫാൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സിൽ എന്തോ ആണ്, ഇലക്ട്രോണിക്സ് എന്നുള്ള കാറ്റഗറിയാണ് മനസ്സിൽ വരിക. ഓക്കെ, റെഡ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഹൈപ്പനിമിയാണ്, കളറിലെ ഒന്നാണ് റെഡ്. ഓക്കെ, അതിൽ തന്നെ സൂപ്പർഓർഡിനേറ്റ് ഹൈപ്പനിമിയും സബോർഡിനേറ്റ് ഹൈപ്പനിമിയും ഉണ്ട്. മെയിൻ ഫിഗർ ഓർ സബ്ജക്റ്റ് ആസ് റെഡ്. ഇവിടെ നോക്കുക, റെഡ് ഈസ് ദ ഹൈപ്പോണിമി ഓഫ് പെർട്ടിക്കുലർ കാറ്റഗറി കളർ. ഹൈപ്പണിമി എന്ന് പറയുന്നത് ആ ചെറിയ വാക്കാണ്, അത് ഏത് കാറ്റഗറിയെ നമ്മളെ മനസ്സിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ആ റെഡ് എന്നുള്ള കളറാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അത് സൂപ്പർ ഓർഡിനേറ്റ് ഹൈപ്പോണിമിയും, അതേസമയം നമ്മൾക്ക് ആ ഒരു കാറ്റഗറിയാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കളേഴ്സാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അത് സബോർഡിനേറ്റ് ഹൈപ്പണിമി ആയിട്ട് മാറും. അടുത്തത് ഹോമോനിമി. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സെയിം ഓർ സിമിലർ. അപ്പോൾ ഹോമോനിമി മീൻസ് എന്താണ്, വേർഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് മോഫീം അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ നിമി എന്ന് പറയുന്നത് വേർഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിം വേർഡ്. ഓക്കെ, സെയിം വേർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെഫേഴ്സ് ടു ദ വേർഡ്സ് ഹാവ് സെയിം പ്രൊനൗൺസിയേഷൻ ഓർ സ്പെല്ലിംഗ് ബട്ട് ക്യാരി ഡിസ്റ്റിങ്ക്റ്റ് മീനിങ്. അത് വായിക്കാൻ ഒരുപോലെ ആയിരിക്കും, സ്പെല്ലിംഗ് ഒരുപോലെ ആയിരിക്കും, പക്ഷെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വേറെ ആയിരിക്കും. ഓക്കെ, അതാണ് ഹോമോനിമി. അതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. അത് സിമിലാരിറ്റി ഓഫ് വേർഡ്സ് വെച്ചിട്ടാണെങ്കിൽ ഹോമോഫോൺസ് എന്ന് പറയാം. അതിൽ ഹോമോണിമിയിലെ ഒരു കാറ്റഗറിയാണ് ഹോമോഫോൺസ്. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ ഫോൺ മീൻസ് സൗണ്ട്. അപ്പോൾ വേർഡ്സ് ഹാവിങ് സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെൻറ്റ് മീനിങ് ആണെങ്കിൽ എന്താണ്, ഒരേപോലെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുക, പക്ഷെ മീനിങ് വ്യത്യാസമായിരിക്കും. 2 വാക്കുകൾ സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്, പറയുന്നത് ഒരുപോലെയാണ്, മീനിങ് വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പുറകുവശം ആവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നിൻ്റെ പാർട്ടായിട്ടും വരാം അല്ലേ ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നോക്കൂ, വെൻറ്റ്, ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾ എല്ലാം, ഹോൾ ക്ലാസ് റൂം എന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളത് എന്നുള്ള അർത്ഥം. അതേസമയം ഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു തുള എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ, ഒരു പൊത്ത് എന്നുള്ള അർത്ഥമാണ്. വേർഡ്, ഫ്ലവർ ആണ് കേട്ടോ, ഫ്ലവർ അല്ല ഫ്ലവർ എന്നാണ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഫ്ലവർ, പൂവ്, മാവ് എന്താണ് പൊടി എന്നുള്ള അർത്ഥവും അതിന് വരുന്നുണ്ട്. അപ്പോൾ ഒരേ പ്രൊനൗൺസിയേഷനാണ്, സ്പെല്ലിംഗ് വ്യത്യാസമാണ്, പിന്നെ എന്താണ് അതിൻ്റെ മീനിങ്ങും ഡിഫറെൻ്റ് ആവുന്നുണ്ടെങ്കിൽ അതാണ് ഹോമോഫോൺസ്. അടുത്തത് ഗ്രാഫ് മീൻസ് എന്താണ്, റൈറ്റിംഗ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ റൈറ്റിംഗ് സെയിം ആണ്, അത് എഴുതിയിരിക്കുന്നത് ഒരേപോലെയാണ്, പക്ഷേ എന്താണ് ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. ഇവിടെ ഇൻ്റർകോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, അതേസമയം അതിന് സെക്ഷൽ മീനിങ്ങും കൂടി ഉണ്ട്. അടുത്തത് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എ മീൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നീ അർത്ഥമുള്ള മനുഷ്യൻ എന്നാണോ, അല്ല, യു ആർ എ നാസ്റ്റി ഓർ എ റെക്ട് പേഴ്സൺ എന്നാണ് അർത്ഥം. അതേസമയം ഐ മീൻ ദാറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാനും സെയിം വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ സ്പെല്ലിംഗ് ആണ്, ഡിഫറെൻറ്റ് മീനിങ് ആണ്. ഓക്കെ, സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ഡിഫറൻസ് വരാം. വേറൊരു വാക്ക് പറയട്ടെ, മൈന്യൂട്ട് അല്ലെങ്കിൽ മിനുട്ട് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്, MINUTE ആണ് അല്ലേ, മിനുട്ട്. അത് തന്നെയാണ് മൈന്യൂട്ടിൻ്റെ സ്പെല്ലിംഗ്. ഡിഫറെൻറ്റ് മീനിങ് അല്ലേ. മിനുട്ട് എന്ന് വെച്ചാൽ 60 സെക്കൻഡാണ്, മൈന്യൂട്ട് എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. ഓക്കെ, മീനിങ് ഡിഫറൻസ് ആണ്, സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഹോമോഗ്രാഫ്. ഓക്കെ, അടുത്തത് റേസ്. ഇവിടെ വേറൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. റേസ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ആവാം, അതേപോലെ റേസ് ഓട്ടമത്സരം ആവാം, ഇല്ലെങ്കിൽ എന്താണ്
റേസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി നമ്മൾ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലേ, ഇന്ന റേസിൽ പെടുന്ന ആൾ എന്നുള്ളത് പറയാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ 3-4 വാക്കുകൾ നിങ്ങൾ പഠിച്ചു. ഇനി അടുത്തതാണ് മെറോനിം. Meronym is a semantic relation that illustrates the correlation between a part and the whole thing. ഓക്കെ, ഒരു ചെറിയ ഭാഗം കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു, എന്തിൻ്റെങ്കിലും പാർട്ടാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ ഹൈപ്പണിം പഠിച്ചപ്പോൾ ഇന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ഹൈപ്പണിമും ഇതും കൺഫ്യൂസ് ആവരുത്. ഇതൊരു പാർട്ട് വെച്ച് നമ്മൾ എന്താണ് ഹോൾ എന്നുള്ള മീനിങ് കിട്ടാണ്. ഫിംഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ വിചാരിക്കുന്നു, അതുപോലെ നെയിൽ എന്ന് പറയുമ്പോൾ ഫിംഗർ വിചാരിക്കുന്നു, ഹാൻഡ് എന്ന് പറയുമ്പോൾ ആം എന്ന് വിചാരിക്കുന്നു, ആം എന്ന് പറയുമ്പോൾ ബോഡി വിചാരിക്കുന്നു. ബോഡി ഈസ് ദി കംപ്ലീറ്റ് തിങ്. ഓക്കെ, ഒരു പാർട്ട് പറഞ്ഞിട്ട് ആകുമ്പോൾ നമുക്ക് മനസ്സിലെന്ത് വരും, അതിൻ്റെ ഹോൾ എന്നുള്ള അർത്ഥം വരും. അടുത്തത് ആന്റോണിം. ആന്റോണിം ഇസ് എ ഫിനോമിന ദാറ്റ് റെഫേഴ്സ് ടു ദ വേർഡ് ഹാവിങ് ഓപ്പോസിറ്റ് സെൻസ് റിലേഷൻ ടു ഈച്ച് അതർ. എന്താണ്, ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ മൈൻഡിൽ വരിക, അല്ലെങ്കിൽ അതാണ് ഒരു വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, ആന്റോണിം. സിനോണിം സിമിലർ, ആന്റോണിം ഓപ്പോസിറ്റ്. ബിഗ് സ്മോൾ, ബ്ലാക്ക് വൈറ്റ്, മിഡ്ജറ്റ് ടോൾ, സ്മോൾ ടോൾ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ബിഗ് ലാർജ്, നമ്മളങ്ങനെ പറയില്ല, ലാർജ് സ്മോള്, അങ്ങനെ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ്. ഓക്കെ, ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ വൈറ്റ്, അങ്ങനെ എല്ലാ വാക്കുകളുടെ ഓപ്പോസിറ്റ്. ഓക്കെ, സോ ദിസ് ഓപ്പോസിറ്റിൽ തന്നെ ആന്റോണിമിൽ 5 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഓപ്പോസിറ്റിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഏതാണെന്ന് നോക്കാം. ഒന്ന് ഗ്രേഡബിൾ ആന്റോണിം. ഗ്രേഡബിൾ ആന്റോണിം എന്ന് പറയുന്നത് ഇപ്പോൾ ഹോട്ട് കോൾഡ്, ബിഗ് സ്മോൾ, ടോൾ ഷോർട്ട്, ഇതൊക്കെ എന്താണ് ഗ്രേഡാണ് അല്ലേ, വലുത് ചെറുത് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഹോട്ട് കോൾഡ്, ചൂടുള്ളത് തണുപ്പുള്ളത്. ഓക്കെ, അത് മെയിനായിട്ടും ഈ ഗ്രേഡബിൾ ആന്റോണിംസ് യൂസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്. ഓക്കെ, സോ ദ നെയിം സജസ്റ്റ് ദേ ആർ ഗ്രേഡബിൾ ദ മെമ്പേഴ്സ് ഓഫ് എ പെയർ ഇൻ ടേംസ് ഓഫ് ഡിഗ്രി, വെരി ഹോട്ട്, ബിഗർ, വേഴ്സ്, ഫാസ്റ്റർ. ഇങ്ങനെയാണത് വരുന്നത്, ഡിഗ്രി ബേസിസിലാണ്. ഡിഗ്രി ഓഫ് കമ്പാരിസൺ അറിയാമല്ലോ, സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതുപോലെയാണ് ഈ ഗ്രേഡബിലിറ്റി വരുന്നത്. അടുത്തത് കോംപ്ലിമെൻ്ററി ആന്റോണിംസ്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിരിക്കില്ല. ഓക്കെ, എന്താണ് ചോയ്സ് ഓഫ് റിലേഷനാണ്. ഓക്കെ, എൻറ്റയർലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ആന്റോണിംസ് ലൈക്ക് എവേക്ക്, സ്ലീപ്പ്, മാരിഡ്, സിംഗിൾ, പാസ്, ഫെയിൽ. അതായത് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റാണ്, അതേ അർത്ഥം വരണം അല്ലേ, അത് തമ്മിലൊരു ബന്ധമുണ്ടാവണം. ബന്ധത്തോട് ഒപ്പം തന്നെ അതിന് ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കണം. അപ്പോൾ പാസ് അല്ലെങ്കിൽ ഫെയിൽ, ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് അല്ലേ, അവർ തമ്മിൽ റിലേഷൻ ഉണ്ട്, ജനനം അല്ലെങ്കിൽ മരണം, പാസ്സാവുക ഫെയിൽ ആവുക. അപ്പോൾ ഓപ്പോസിറ്റ് റിലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സോ ദീസ് ആന്റോണിംസ് കനോട്ട് ബി ഗ്രേഡഡ് ഇൻ ടു ഡിഗ്രീസ്. നമുക്കെന്താണ് ഡെത്ത്, എന്താണ് ലിറ്റിൽ മോർ, എന്താണ് ലെസ് ഡെത്ത്, ഡൈയിങ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അല്ലേ. പാസ് അല്ലെങ്കിൽ ഫെയിൽ, ജസ്റ്റ് പാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ, ഇല്ല. അത് പാസ്സാണ്, ജസ്റ്റ് പാസ്സായി എന്ന് പറയാറില്ല, അത് തെറ്റാണ്. ഒന്നെങ്കിൽ നിങ്ങൾ പാസ് ഇല്ലെങ്കിൽ ഫെയിൽ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു കാറ്റഗറിയിലെ ഒരു വേർഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്തത് കൺവേഴ്സ് ആന്റോണിമി ഓർ റിലേഷണൽ ആന്റോണിമി. റിവേഴ്സൽ റിലേഷൻഷിപ്പാണ്, റിവേഴ്സൽ. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ റിവേഴ്സ്ഡ് ആണ്. എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. ഹസ്ബൻഡ്, വൈഫ്, ഡോക്ടർ, പേഷ്യൻറ്റ്, ടീച്ചർ, സ്റ്റുഡൻറ്റ്, ബൈ, സെൽ, എബവ്, ബിലോ, എംപ്ലോയർ, എംപ്ലോയി, ഇതൊക്കെ തന്നെ കൺവേഴ്സ് ആന്റോണിമിയാണ്. എന്താണ് ഏസ് ബീസ് ഹസ്ബൻഡ് മീൻസ് ബീസ് ഏസ് വൈഫ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് വൈഫ് ഉണ്ടാകുന്നത്, വൈഫ് ഉള്ളതുകൊണ്ടാണ് ഹസ്ബൻഡ് ഉണ്ടാകുന്നത്, ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് പേഷ്യൻ്റ് ഉണ്ടാകുന്നത്, പേഷ്യൻ്റ് ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ ഉണ്ടാവുന്നത് അല്ലേ, ടീച്ചർ ഉണ്ടാവുന്നത് സ്റ്റുഡൻ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പരസ്പരം എന്താണ് റിലേറ്റഡ് ആണ്, ഒരു റിവേഴ്സ് റിലേഷനാണ്. അമ്മയുണ്ടെങ്കിലേ അച്ഛനുള്ളൂ അല്ലേ, അമ്മയുണ്ടെങ്കിലേ കുട്ടിയുള്ളൂ എന്നുള്ളതുപോലെ. അടുത്തത് ആൻറ്റിപോഡ് ആന്റോണിംസ്. ആന്റോണിംസ് പെർട്ടിക്കുലർലി യൂസ് ടു ഡിനോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൻറ്റിപോഡ് ആന്റോണിംസ് എന്ന് പറയുന്നത്. അപ്പ് ഡൗൺ, ലെഫ്റ്റ് റൈറ്റ്, നോർത്ത് സൗത്ത്, ഈസ്റ്റ് വെസ്റ്റ്, അങ്ങനെയുള്ളത്. ഓക്കെ, അടുത്തത് റിവേഴ്സൽ ആന്റോണിംസ്. റിവേഴ്സൽ ആന്റോണിംസ് ഷോസ് റിവേഴ്സ് ഡയറക്ഷൻ. റിവേഴ്സ് ഡയറക്ഷനാണ് കാണിക്കുന്നത്. അറൈവ്ഡ്, ഡിപ്പാർട്ട്. ഓക്കെ,
ഓപ്പോസിറ്റ് വേർബ്സ് ആണ് വരിക. ഡു, അൺഡു, ടൈ, അൺടൈ, റിവീൽ, കൺസീൽ, അറൈവ്, ഡിപ്പാച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ 6 സെൻസ് റിലേഷൻസ്. ഓക്കെ, ഇത്രയും റിലേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.